എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ തിരൂരിൽ ചെറിയൊരു പർച്ചേസിങ്ങിനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ജാസിമോനും കുഞ്ഞോളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ജാസിമോനും കുഞ്ഞോളും കൂടി എന്തായാലും കുറച്ച് ചിക്കനും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടി നമ്മൾ തിരൂർ മാർക്കറ്റിൽ വന്നതാണ്. അവിടെ നിന്ന് പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം തിരിച്ച് ഞാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഫാമിലിയിലേക്കാണ്. ഫാമിലി തിരൂർ ലോഞ്ചായ സമയം മുതൽ ഞാൻ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാമിലി ഒന്നില്ലെങ്കിൽ ബാസിത്ത്. അങ്ങനെ ഫാമിലിയിലെ സ്റ്റാഫൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള സൗഹൃദ ബന്ധമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു സാരിയുടെ ബ്ലൗസ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബ്ലൗസ് മെറ്റീരിയലൊക്കെ ആപ്റ്റായിട്ടുള്ള ഒരു കളറൊക്കെ കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് പുതിയ കളക്ഷനായിട്ടുള്ള സാരീസൊക്കെ ഇവിടെ വന്നത് കണ്ടത്. അങ്ങനെ അതൊക്കെ മെല്ലെ എവിടെ പോയാലും അത് നോക്കാതെ വരുന്നത് കാര്യമില്ലല്ലോ. ബില്ല് പേ ചെയ്യാൻ നിൽക്കുകയാണ്, വേറെ ഒന്നും എടുത്തില്ല കേട്ടോ. ആ ബ്ലൗസ് മെറ്റീരിയൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫാമിലിയിലെ മാനേജറും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആയിട്ടുള്ള കുശലാന്വേഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തൊട്ടടുത്തുള്ള അവരുടെ സ്റ്റിച്ചിങ് സെൻറ്ററിൽ തന്നെ അത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അതിനിടയ്ക്കാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചതാണ് സ്വന്തം ചേച്ചിമാർ എപ്പം വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ കുറേ എൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കാനും അവർക്ക് വലിയ താല്പര്യമാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അവരോട് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് ബാസ്യത്തിലേക്കാണ്. ചെറിയ കോൾഡൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്, അതാണ് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ അശോകേൻ്റെ കടയിലൊക്കെ ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വിചാരിച്ച പോലെ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ വില കേട്ടപ്പം ബോധം പോയി. അങ്ങനെ ഈ കുഞ്ഞ് ആപ്പിളൊക്കെ വാങ്ങി തിരിച്ച് നമ്മുടെ ബാസ്യത്തിലേക്ക്, ഐ ലവ് മൈ തിരൂർ. അപ്പോൾ ബാസ്യത്തിലെത്തി. നമ്മുടെ പഴയ ബാസ്യത്തിലാണ് വന്നത്. അങ്ങനെ ബാസ്യത്തിലെ ഓണറോടും വിശേഷം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ വന്നു കഴിഞ്ഞാലും ഞാൻ എല്ലാവരുമായിട്ട് ഭയങ്കര സംസാരിച്ചിരിക്കും കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞു വാവയൊക്കെ കണ്ടു. കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അങ്ങനെ ബാസ്യത്തിൽ വന്നു. ഞാൻ പറഞ്ഞ ഡ്രസ് മെറ്റീരിയൽസൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്